പ്രധാന വാർത്തകൾ. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിൽ. നാടെങ്ങും മാനവികതയുടെ ഐക്യത്തിനായി പ്രാർത്ഥനാ ചടങ്ങുകൾ. പെരിന്തൽമണ്ണയിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി. പ്രസവ ചികിത്സ സൗജന്യമാക്കിയുള്ള ജനനി ശിശു സുരക്ഷാ പദ്ധതിക്ക് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. സംഘടിത വോട്ട് ബാങ്കുള്ള സമുദായങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് താൽപര്യമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ഏഷ്യാനെറ്റിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ MCOA. ഞായറാഴ്ച മുതൽ ഒരാഴ്ച ഏഷ്യാനെറ്റിലെ പ്രധാന പരിപാടികൾ ബഹിഷ്കരിക്കും. പ്രക്ഷോഭം ഏഷ്യാനെറ്റിന്റെ പേ ചാനൽ വൽക്കരണത്തിനെതിരെ. നന്മ സ്റ്റോറുകളിലേക്ക് ആവശ്യത്തിന് സാധനങ്ങൾ സംഭരിക്കാൻ വല്ലപ്പുഴയിൽ ഗോഡൌൺ ആരംഭിക്കുമെന്ന് CP മുഹമ്മദ് MLA. കുടിശ്ശിക അടച്ചില്ല. ശ്രീകൃഷ്ണപുരം 1 വില്ലേജ് ഓഫീസിലെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. വാർത്തകൾ വിശദമായി. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ഞായറാഴ്ച ആഘോഷിക്കും. മതപണ്ഡിതന്മാരും ഗാസിമാരും ശവാൽ പിറവി കണ്ടതായി സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ ഞായറാഴ്ച ചെറിയ പെരുന്നാൾ. ശവാൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പാണക്കാട് ഹൈദരലി തങ്ങൾ, കോഴിക്കോട് വലിയ ഖാസി നാസിർ അബ്ദുൾ ഷിഹാബ്, ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതർ ഞായറാഴ്ച ചെറിയ പെരുന്നാളാണെന്ന് സ്ഥിരീകരിച്ചു. ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ചും പള്ളികളിൽ വചനമിരുന്നും ഖുർആൻ പാരായണം നടത്തിയും ദാനധർമ്മങ്ങൾ ചെയ്തും സൽക്കർമ്മങ്ങളിൽ മുഴുകിയ വിശ്വാസികൾക്ക് സമ്മാനമായി ഈദുൽ ഫിത്തർ എത്തിയിരിക്കുകയാണ്. സാഹോദര്യത്തിന്റെയും സമൂഹ നന്മയുടെയും സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നൽകിയ റംസാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മവിശുദ്ധിയുമായാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുക. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെ സൃഷ്ടാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പള്ളികളിലും മുസ്ലിം ഭവനങ്ങളിലും തക്ബീർ ധ്വനികൾ കൊണ്ട് മുഖരിതമായി. ഉള്ളവനും ഇല്ലാത്തവനും വലിയവനും ചെറിയവനും എന്ന വ്യത്യാസമില്ലാതെ ഈദുൽ ഫിത്തർ ആഘോഷിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. ഈ സമത്വ ദർശനം വേദനയും വറുതിയും അനുഭവിക്കുന്നവന് ഓരോ ഇസ്ലാം മതവിശ്വാസിയും നൽകുന്ന ദാനധർമ്മങ്ങൾ വ്യക്തമാക്കുന്നു. ആത്മസംസ്കരണം കൊണ്ട് സമ്പന്നമാക്കിയ വിശ്വാസികൾക്ക് പ്രബലനാഥൻ അനുവദിച്ച ഏറ്റവും വലിയ ഉപഹാരമാണ് ചെറിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ വെറും ആഘോഷമാക്കി മാറ്റരുതെന്ന് ഇസ്ലാം നിർബന്ധിക്കുന്നു. ഇതിനാൽ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഭാഗമായും വിശ്വാസികൾ പെരുന്നാൾ ദിവസത്തെ മാറ്റിയെടുക്കും. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരവും നടക്കും. വിവിധ മഹല്ല് കമ്മിറ്റികളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ പെരുന്നാൾ നമസ്കാരവും ഈദ്ഗാഹുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നാടെങ്ങും റംസാനെ വരവേൽക്കാൻ ഒരുങ്ങി വിപണിയും സജീവമായപ്പോൾ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ വൻ തിരക്കാണ് ശനിയാഴ്ച ചെർപ്പുളശ്ശേരി ടൗണിൽ അനുഭവപ്പെട്ടത്. ഇതോടെ ഗതാഗത കുരുക്കും കൂടുതൽ രൂക്ഷമായി. റംസാനെ വരവേൽക്കാൻ ഒരുങ്ങി സാധനങ്ങൾ വാങ്ങാനെത്തിയവരുടെ വൻ തിരക്കാണ് ശനിയാഴ്ച രാവിലെ മുതൽ ചെർപ്പുളശ്ശേരി ടൗണിൽ അനുഭവപ്പെട്ടത്. ഗവൺമെന്റ് ആശുപത്രി മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് രാവിലെ മുതൽ തന്നെ ഗതാഗത തടസ്സമുണ്ടായത്. വൈകുന്നേരം 5 മണിക്ക് ശേഷം ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമായി. ഗതാഗതം മുഴുവനായും സ്തംഭിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. പോലീസ് ഇടപെട്ടാണ് പലപ്പോഴും തടസ്സങ്ങൾ നീക്കിയത്. വഴിയോര കച്ചവട വാഹനങ്ങളും അനിയന്ത്രിതമായി പാർക്ക് ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങളും ചെർപ്പുളശ്ശേരി ടൗണിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുവെന്നും റംസാനും ഓണവും കൂടി വരുന്നതോടെ ഗതാഗത തടസ്സം രൂക്ഷമാകുമെന്നും കഴിഞ്ഞ ദിവസം ഡെൻസിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വൻ നഗരങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വാഹനങ്ങൾ നിരങ്ങി നീങ്ങുന്ന കാഴ്ചയാണ് ശനിയാഴ്ച കണ്ടത്. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. പെരിന്തൽമണ്ണ താലൂക്കിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. ആദിവാസി കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന പെരിന്തൽമണ്ണ സായി സ്നേഹ തീരത്തിന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. താലൂക്കിലെ ആദിവാസി കോളനികളിൽ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി സന്ദർശനം നടത്തുമെന്നും ആദിവാസികളുടെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കുമെന്നും മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. ആദിവാസി കുടുംബങ്ങൾക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നും ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്നേഹതീരം ഹോസ്റ്റലിൽ കഴിയുന്ന ആദിവാസി കുട്ടികൾക്ക് സൗജന്യ റേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. ആദിവാസികളുടെ വീട് സന്ദർശിക്കണം, അവിടെ പ്രദേശങ്ങൾ സന്ദർശിക്കണം, കുറേയധികം കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാനവിടെ വരാണ്ട് അവരെന്ന് തന്നെ എന്നോട് ഇങ്ങോട്ട് വാഗ്ദാനം നൽകിയത്. അന്ന് ഉടൻ തന്നെ വരും ചെയ്യും, ഒരു സംശയമില്ല. പെരുന്നാൾ നമ്മുടെ ഈ പെരുന്നാളും ഓണോടും കഴിഞ്ഞ ഉടനെ മന്ത്രി തന്നെ താല്പര്യം എടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് സ്വാഭാവികമായിട്ട് അവരോട് വരും ചെയ്യും. നമുക്ക് സർക്കാരിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യിക്കാൻ, നിങ്ങൾ ആർക്കും ഒരു സംശയമില്ല.
ഞാൻ വന്ന ഉടനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മുടെ ഇവിടെ കൊടുത്തോണ്ടെ തന്നെ പെട്ടെന്ന് ഇതേ ദിവസം അസംബ്ലി നടക്കുകയാണ്. അസംബ്ലിയിൽ നിന്ന് തന്നെ ഈ അപേക്ഷ കൊടുത്തു. അപ്പം തന്നെ മന്ത്രി അവിടെ മുകളിൽ എഴുതി. നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ വി മോഹനൻ, ടി വി സദാശിവൻ, സത്യസായി സേവാ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് KNK നായർ, കോർഡിനേറ്റർ കെ ശിവശങ്കരൻ, IMA ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ നിലാർ മുഹമ്മദ്, സായി സ്നേഹതീരം പ്രസിഡന്റ് കെ സുകുമാരൻകുട്ടി, സെക്രട്ടറി KS ബോസ് എന്നിവർ സംസാരിച്ചു. ഒരു കൂട്ടം സുമനസ്സുകളുടെ നേതൃത്വത്തിൽ താലൂക്കിലെ ആദിവാസി കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി 3 വർഷം മുമ്പായിരുന്നു സായി സ്നേഹതീരത്തിന്റെ തുടക്കം. 18 ആൺകുട്ടികളും 14 പെൺകുട്ടികളും ഇപ്പോൾ സായി സ്നേഹതീരം ഹോസ്റ്റലിൽ താമസിച്ചു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം നടത്തുന്നുണ്ട്. ഇവരിൽ LKG മുതൽ വിവിധ ക്ലാസുകളിൽ വരെ പഠനം നടത്തുന്നവരുണ്ട്. 2011 SSLC പരീക്ഷയിൽ സായി സ്നേഹതീരത്തിലെ 2 ആദിവാസി കുട്ടികൾ ജേതാക്കളായിരുന്നു. താലൂക്കിലെ ആദിവാസി കുട്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നത വിജയമായിരുന്നു അത്. 53.5 സെന്റ് സ്ഥലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനമാണ് ശനിയാഴ്ച നടന്നത്. സംഘടിത വോട്ട് ബാങ്കുള്ള സമുദായങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ താൽപര്യം കാണിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. പട്ടാമ്പി കൂറ്റനാട് വിലക്കയറ്റത്തിനെതിരെയും ലീഗവൽക്കരണത്തിനെതിരെയും BJP സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ഈ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ പ്രവർത്തനമെന്നും വി മുരളീധരൻ പറഞ്ഞു. സംഘടിത വോട്ട് ബാങ്കുകളുള്ള സമുദായങ്ങള് ആ സമുദായങ്ങളുടെ പിൻബലമുള്ള നാണ്യവിളകൾക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ ഭരണം നടത്തുന്ന ഗവൺമെന്റുകൾ എടുക്കുന്ന നടപടികളൊന്നും തന്നെ. മുറിയങ്കണ്ണി പാലത്തിലൂടെ പെരിന്തൽമണ്ണയിൽ നിന്നും ശ്രീകൃഷ്ണപുരം വഴി പാലക്കാട്ടേക്ക് സർവീസ് നടത്തിയിരുന്ന 2 KSRTC ബസ്സുകളും തിങ്കളാഴ്ച മുതൽ ഓടിത്തുടങ്ങും. നിർത്തലാക്കിയ ബസ്സുകൾ ഉടൻ സർവീസ് നടത്തണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നടത്തിയ സമരത്തിനൊടുവിലാണ് തീരുമാനമുണ്ടായത്. CPM തിരുവാഴിയോട് മണ്ണമ്പറ്റ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. മുറിയങ്കണ്ണി പാലം തുറന്നുകൊടുത്തതോടെ പാലക്കാട് നിന്നും മണ്ണമ്പറ്റ, ശ്രീകൃഷ്ണപുരം, മുറിയങ്കണ്ണി വഴി പെരിന്തൽമണ്ണയിലേക്ക് 2 KSRTC ബസ്സുകൾ സർവീസുകൾ നടത്തിയിരുന്നു. എന്നാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ 2 സർവീസുകളും നിർത്തലാക്കുകയാണുണ്ടായത്. ഇതേ തുടർന്ന് വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ബസ്സുകളുടെ സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലാത്തതിനാലാണ് സർവീസുകൾ നിർത്തലാക്കിയതെന്നാണ് ലഭിച്ച വിവരം. ഇതേ തുടർന്ന് നേരത്തെ CPMന്റെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുകയും കഴിഞ്ഞ 15-ാം തീയതിക്കകം 2 സർവീസുകളും പുനരാരംഭിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 15-ാം തീയതി കഴിഞ്ഞും ബസ്സുകളുടെ സർവീസുകൾ പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കാര്യാലയത്തിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. അരവിന്ദാക്ഷനും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG ഗീതയുമാണ് കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് M. ഹംസ MLA, KS അലീഖ MLA എന്നിവരുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് ഓഫീസറുമായി നടത്തിയ ചർച്ചയിൽ ഈ 2 സർവീസുകളും തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കാമെന്ന് ഉറപ്പു നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുകയുമാണുണ്ടായത്. ചർച്ചയിൽ ഈ ഗ്രാമീണ മേഖലയിലൂടെയുള്ള 2 സർവീസുകൾക്കും 8,000 രൂപ ലഭിച്ചെങ്കിൽ മാത്രമേ സർവീസ് പുനരാരംഭിക്കാനാകൂ എന്ന ഓഫീസറുടെ മറുപടിയും MLA-മാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പിൻവലിച്ചു. ശ്രീകൃഷ്ണപുരം 1 വില്ലേജ് ഓഫീസിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. കുടിശ്ശിക അടയ്ക്കാത്തതിനാലാണ് വൈദ്യുതി ബോർഡ് കഴിഞ്ഞ ദിവസം കണക്ഷൻ വിച്ഛേദിച്ചത്. വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തിയവർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. 2000-2007 കാലയളവിലെ കുടിശ്ശികയാണ് വൈദ്യുതി ബോർഡിന് ശ്രീകൃഷ്ണപുരം 1 വില്ലേജ് ഓഫീസ് അടയ്ക്കാനുള്ളത്. 6,597 രൂപ സർചാർജും 5,015 രൂപ വൈദ്യുതി ബില്ലും ഉൾപ്പെടെ 11,612 രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അടച്ചു തീർക്കാനുള്ളത്. ഇക്കാര്യം വൈദ്യുതി ബോർഡ് വില്ലേജ് അധികൃതരെ പലതവണ അറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഡിസ്കണക്ട് ചെയ്തത്. വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ വരുമാനം, കൈവശാവകാശം, ജാതി സർട്ടിഫിക്കറ്റുകൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തുന്നവർ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനാകാത്തതിനാൽ മടങ്ങേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഓൺലൈൻ സംവിധാനം പ്രവർത്തിപ്പിക്കാനാകാതെ വന്നതോടെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. വില്ലേജ് ഓഫീസർ ഒറ്റപ്പാലം തഹസിൽദാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് തഹസിൽദാർ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം വൈദ്യുതി കുടിശ്ശിക അടച്ചു തീർത്ത് കണക്ഷൻ പുനഃസ്ഥാപിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വില്ലേജ് ഓഫീസ് അധികൃതർ. ഏഷ്യാനെറ്റിന്റെ പേ ചാനൽ വൽക്കരണത്തിനെതിരെ മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് സമരം ശക്തമാക്കുന്നു. ഞായറാഴ്ച മുതൽ ഒരാഴ്ചക്കാലം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ നിർത്തിവെക്കാനാണ് തീരുമാനം. സമരവുമായി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് MCOA ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഇല്ലാത്ത പേ ചാനൽ വാദമുയർത്തി കേബിൾ ഓപ്പറേറ്റർമാരെ ചൂഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റ് മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെയാണ് MCOA സമരം ശക്തമാക്കുന്നത്. നിരവധി തവണ പ്രശ്നമുന്നയിച്ച് ഏഷ്യാനെറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെടുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിലും നിഷേധാത്മക നിലപാടാണ് ഉണ്ടായതെന്ന് MCOA ഭാരവാഹികൾ പറഞ്ഞു.
ഇതിൽ പ്രതിഷേധിച്ചാണ് ഞായറാഴ്ച മുതൽ ഒരാഴ്ചക്കാലം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ നിർത്തിവെക്കുന്നത്. തുടർന്നും അനുകൂല നിലപാടുണ്ടായിട്ടില്ലെങ്കിൽ ഈ മാസം 24-ന് 12 മണിക്കൂർ ഏഷ്യാനെറ്റ് ചാനലിന്റെ സംപ്രേഷണം പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതിശക്തമായ രീതിയിൽ തന്നെ കേരളത്തിൽ ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഘടന മുൻകൈ എടുത്തുകൊണ്ട് സകല നെറ്റ്വർക്കുകളിലും ഈ ഒരു ചാനൽ ഓഫാക്കുന്നതിന് വേണ്ടി അവരുമായി സംസാരിക്കും. ഈ ഓണം ഏഷ്യാനെറ്റ് ഇല്ലാതെ മലയാളികൾക്ക് ആസ്വദിക്കേണ്ട ഒരു അവസ്ഥ ഈ കമ്പനി വെച്ചിച്ചേർക്കുന്നതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ആയതിനാൽ ഞങ്ങളുടെ ഈ ഒരു സമയത്തെ പരിപൂർണമായി വിജയിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. MCOA സംസ്ഥാന ജനറൽ സെക്രട്ടറി RB അനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറി N മുരളീധരൻ, ജില്ലാ സെക്രട്ടറി SN സജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് ഉടൻ പൂർത്തിയാക്കുമെന്നും ആശുപത്രിയിലെ മോർച്ചറി ആധുനികവൽക്കരിക്കുമെന്നും നഗര വികസന മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. ആശുപത്രിയിലെ സൗജന്യ മാതൃശിശു ചികിത്സാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ജനനി ശിശു സുരക്ഷാ പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന എല്ലാ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്ക് 30 ദിവസം വരെയും ആവശ്യമായ ചികിത്സാ ചെലവ്, ലാബ് പരിശോധന, യാത്രാ ചെലവ്, ഭക്ഷണം തുടങ്ങിയവ സൗജന്യമായി പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. പ്രസവത്തെ തുടർന്നുള്ള മാതൃമരണങ്ങളും ശിശുമരണങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ തുടങ്ങിയ സൗജന്യ മാതൃശിശു ചികിത്സാ പദ്ധതി നഗരവികസന മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഡെപ്യൂട്ടി DMO ഡോക്ടർ K സക്കീന പദ്ധതി വിശദീകരിച്ചു. പല സ്ഥലങ്ങളിലും വീടുകളിലെ പ്രസവം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ അമ്മയും കുഞ്ഞും ഒരിക്കലും ആരോഗ്യ സ്ഥാപനങ്ങളുടെ കീഴിൽ വരികയോ കുത്തിവയ്പ്പ് അതുപോലെയുള്ള നാഷണൽ പ്രോഗ്രാമിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി വരുന്നതോടുകൂടി നമ്മൾക്ക് ഇതിന് പ്രത്യേകിച്ചും അതാത് സമയങ്ങളിൽ ആവശ്യമായ ചികിത്സ എല്ലാ കുട്ടികൾക്കും കിട്ടുകയും ഇനി മുതൽ ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ അതിന്റെ സ്ക്രീനിംഗ് ചെയ്തിട്ട് കുട്ടികളെ മന്ദബുദ്ധികളാവുക അതുപോലെ ജന്മ വൈകല്യങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വേറെ പദ്ധതി നമ്മൾ എല്ലാ ആശുപത്രികളിലും അതിനുള്ള സംവിധാനം വരുന്നുണ്ട്. ആ സംവിധാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഉടനെ തന്നെ എത്തിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നടപ്പിലാക്കി കഴിയുമ്പോൾ മൊത്തം നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് അംഗവൈകല്യങ്ങൾ, മന്ദബുദ്ധി പോലത്തെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തടയാൻ പറ്റും. സർക്കാർ ആശുപത്രികളിൽ പ്രസവ ചികിത്സ തേടുന്ന എല്ലാവർക്കും APL BPL വ്യത്യാസമില്ലാതെ ആനുകൂല്യങ്ങൾ ലഭിക്കും. മലപ്പുറം ജില്ലയിൽ പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു വർഷത്തേക്ക് 4.16 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ 10 കേന്ദ്രങ്ങളിലാണ് സൗജന്യ മാതൃശിശു ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രസവത്തിനുള്ള ചെലവ് സൗജന്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സൗജന്യ മാതൃശിശു ചികിത്സാ പദ്ധതി ജനനി ശിശു സുരക്ഷാ പദ്ധതി സർക്കാർ ആശുപത്രികളിൽ തുടങ്ങി. പ്രസവത്തെ തുടർന്നുള്ള മാതൃശിശു മരണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ജനനി ശിശു സുരക്ഷാ പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന എല്ലാ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്ക് 30 ദിവസം വരെയും ആവശ്യമായ ചികിത്സാ ചെലവ്, ലാബ് പരിശോധന, യാത്രാ ചെലവ്, ഭക്ഷണം തുടങ്ങിയവ സൗജന്യമായി പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. പ്രസവത്തെ തുടർന്നുള്ള മാതൃമരണങ്ങളും ശിശുമരണങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ തുടങ്ങിയ സൗജന്യ മാതൃശിശു ചികിത്സാ പദ്ധതി നഗരവികസന മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഡെപ്യൂട്ടി DMO ഡോക്ടർ K സക്കീന പദ്ധതി വിശദീകരിച്ചു. പല സ്ഥലങ്ങളിലും വീടുകളിലെ പ്രസവം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ അമ്മയും കുഞ്ഞും ഒരിക്കലും ആരോഗ്യ സ്ഥാപനങ്ങളുടെ കീഴിൽ വരികയോ കുത്തിവയ്പ്പ് അതുപോലെയുള്ള നാഷണൽ പ്രോഗ്രാമിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി വരുന്നതോടുകൂടി നമ്മൾക്ക് ഇതിന് പ്രത്യേകിച്ചും അതാത് സമയങ്ങളിൽ ആവശ്യമായ ചികിത്സ എല്ലാ കുട്ടികൾക്കും കിട്ടുകയും ഇനി മുതൽ ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ അതിന്റെ സ്ക്രീനിംഗ് ചെയ്തിട്ട് കുട്ടികളെ മന്ദബുദ്ധികളാവുക അതുപോലെ ജന്മ വൈകല്യങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വേറെ പദ്ധതി നമ്മൾ എല്ലാ ആശുപത്രികളിലും അതിനുള്ള സംവിധാനം വരുന്നുണ്ട്. ആ സംവിധാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഉടനെ തന്നെ എത്തിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നടപ്പിലാക്കി കഴിയുമ്പോൾ മൊത്തം നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക്
അംഗവൈകല്യങ്ങൾ, മന്ദബുദ്ധി പോലത്തെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തടയാൻ പറ്റും. സർക്കാർ ആശുപത്രികളിൽ പ്രസവ ചികിത്സ തേടുന്ന എല്ലാവർക്കും APL BPL വ്യത്യാസമില്ലാതെ ആനുകൂല്യങ്ങൾ ലഭിക്കും. മലപ്പുറം ജില്ലയിൽ പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു വർഷത്തേക്ക് 4.16 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ 10 കേന്ദ്രങ്ങളിലാണ് സൗജന്യ മാതൃ ശിശു ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി സംയോജിപ്പിച്ച് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടത്തേണ്ട പദ്ധതികൾ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. CP മുഹമ്മദ് MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതികൾ ബാധ്യസ്ഥരാണ്. ഗതാഗതം, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പദ്ധതികളടക്കം പഞ്ചായത്തിൽ അർപ്പിതമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതികളാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത്. 2012-2013 വർഷത്തിൽ 2,12,73,930 രൂപയാണ് പദ്ധതി വിഹിതമായി നീക്കിവെച്ചത്. റോഡുകളുടെ നവീകരണത്തിനായി 60 ലക്ഷം രൂപ നീക്കിവെച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പട്ടികജാതി കുടുംബത്തിനും കുടിവെള്ള കണക്ഷൻ നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ പറഞ്ഞു. അർഹതപ്പെട്ട പരമാവധി ആളുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ IAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകും. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെയും ഒറ്റപ്പാലം ബ്ലോക്കിലെയും ആദ്യത്തെ വികസന സെമിനാറാണ് വല്ലപ്പുഴ പഞ്ചായത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുൻപന്തിൽ പോവാണ്. പിന്നെ വല്ലപ്പുഴയിലെ പ്രശ്നം എല്ലാ SC കുടുംബങ്ങൾക്കും ഈ വർഷം പഞ്ചായത്തിന്റെ ചെലവിൽ കുടിവെള്ള കണക്ഷൻ ഏൽപ്പിച്ചു കൊടുക്കണം. പഞ്ചായത്തിലെ ഒരു SC കുടുംബങ്ങൾക്കും കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത SC കുടുംബം ഉണ്ടാകാൻ പാടില്ല. പഞ്ചായത്തിന്റെ ചെലവിൽ 3 ലക്ഷത്തോളം രൂപ പാവപ്പെട്ട ആശ്രയ പദ്ധതികൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാ രോഗങ്ങൾ കൊണ്ടും പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് 3 ലക്ഷം മാറ്റിവെച്ചിട്ടുണ്ട്. റോഡിന് മൊത്തത്തിൽ 60 ലക്ഷം രൂപയോളം വിവിധ ഇനങ്ങളിൽ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ 2 കോടി രൂപ ചെലവിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വല്ലപ്പുഴ പഞ്ചായത്ത് ഈ വർഷം പണി ആരംഭിക്കും. അതിന് 15 ലക്ഷം രൂപ നീക്കി. ഈ വർഷവും 13.20 ലക്ഷം മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കി കേരള നഗരകാര്യ കോർപ്പറേഷന് വായ്പ എടുത്ത് പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിഭാഗത്തിന് 52,92,000 രൂപയും പ്രത്യേക ഘടക പദ്ധതിക്കായി 40,52,000 രൂപയും നീക്കിവെക്കും. നിർമ്മൽ പുരസ്കാരമായി ലഭിച്ച 5,46,000 രൂപ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. ആശ്രയ പദ്ധതിക്കായി 3 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 2 കോടി രൂപ ചെലവിട്ട് വല്ലപ്പുഴയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് ഉൾപ്പെടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് വികസന സെമിനാറിൽ ശ്രദ്ധേയമായത്. ഇതിന് 15 ലക്ഷം രൂപ മാറ്റിവെക്കും. ബാക്കി തുക സംസ്ഥാന നഗര ഗ്രാമവികസന കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുക്കും. 2 വർഷം കൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിലെ പണി പൂർത്തിയാക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി, ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് നൽകാനുള്ള പദ്ധതിയും സെമിനാറിൽ ചർച്ച ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ച വികസന സെമിനാറിൽ വൈസ് പ്രസിഡന്റ് E. മറിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. അസീസ്, N. നന്ദവിലാസിനി, സിന്ധു വാസുദേവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി മെറീന പിന്റോ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നന്മ സ്റ്റോറിലേക്ക് ആവശ്യത്തിന് സാധനങ്ങൾ സംഭരിക്കാൻ വല്ലപ്പുഴയിൽ ഗോഡൌൺ തുറക്കുമെന്ന് CP മുഹമ്മദ് MLA പറഞ്ഞു. വല്ലപ്പുഴ കുറുവട്ടൂർ കിഴക്കേക്കരയിൽ ആരംഭിച്ച നന്മ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു MLA. നന്മ സ്റ്റോറിലേക്ക് വേണ്ട സാധനങ്ങൾ സംഭരിക്കാൻ കേന്ദ്രങ്ങളില്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇതൊഴിവാക്കാൻ വല്ലപ്പുഴയിൽ ഗോഡൌൺ തുറക്കുമെന്നും CP മുഹമ്മദ് MLA പറഞ്ഞു. നന്മ സ്റ്റോറിനുള്ളൊരു ബുദ്ധിമുട്ട് ഈ സാധനങ്ങൾ കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന ഒരു ഗോഡൌൺ സിസ്റ്റം ഇവിടെ അടുത്തൊന്നുമില്ല. അപ്പൊ ഈ നന്മ സ്റ്റോറിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ സാധനങ്ങൾ കിട്ടണമെങ്കിൽ വല്ലപ്പുഴയിൽ ഇതിന്റെ ഒരു ഗോഡൌൺ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൗരി ആദ്യ വിൽപ്പന നടത്തി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AP സത്യപാലൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളികൾ ഒറ്റപ്പാലം ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. CPM ഏരിയ സെക്രട്ടറി K. സുരേഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി അംഗങ്ങൾക്ക് എല്ലാ വർഷവും നൽകാറുള്ള ഉത്സവ അഡ്വാൻസ് തുക വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. തിരിച്ചടയ്ക്കേണ്ട അഡ്വാൻസ് തുക ഈ വർഷം 1/3 ചുരുക്കിയാണ് നൽകുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. ചുമട്ടുതൊഴിലാളികൾ പ്രകടനമായി എത്തിയാണ് ധർണ നടത്തിയത്. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് C. അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. K. മണി, C. വിജയൻ എന്നിവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെ മാറി. ആ സാഹചര്യങ്ങൾ മാറാനും തൊഴിലാളി ബോധത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ
നേതൃത്വം കൊടുത്ത പ്രസ്ഥാന CITU. ഒറ്റപ്പാലത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ റംസാൻ ഓണച്ചന്ത ആരംഭിച്ചു. പച്ചക്കറികൾ, മൺപാത്രങ്ങൾ തുടങ്ങി ഓണക്കോടികൾ കുടുംബശ്രീ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ചന്തയിലുണ്ട്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്തയിൽ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ വിൽപ്പനയ്ക്കുള്ളത്. അയൽക്കൂട്ടങ്ങൾ വഴിയും സ്വയം തൊഴിൽ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ചന്തയിലുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ P. പാറുക്കുട്ടി റംസാൻ ഓണച്ചന്തകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ S. സെൽവൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. സുബൈദ, CC ശ്രീകുമാർ, കൌൺസിലർമാരായ ജോസ് തോമസ്, ഗംഗാധരൻ, C. കൃഷ്ണകുമാർ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ മൊയ്തീൻ, KN കൃഷ്ണൻകുട്ടി, പ്രിയ എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് സനാതന സംസ്കൃതി ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അരപ്പാറ ഗോവർദ്ധന ഗോസേവ കേന്ദ്രത്തിന്റെ 1ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. KV വിജയദാസ് MLA പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗോസംസ്കൃതി സെമിനാർ, പൊതുയോഗം എന്നിവ നടന്നു. സെമിനാറിൽ പഞ്ചഗവ്യ ചികിത്സ, പഞ്ചഗവ്യ ഉൽപ്പന്നങ്ങൾ, ഗോ ആധാരിത ജൈവകൃഷി, ജീവിത പദ്ധതി, പ്രകൃതി ജീവനവും ഗ്രാമവിശുദ്ധിയും എന്നീ വിഷയങ്ങളിൽ കർണാടക ഷിമോഗ കാമദുഗ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ YV കൃഷ്ണമൂർത്തി ക്ലാസ് എടുത്തു. കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. സ്വാമി പരമാനന്ദപുരി, ജോസഫ് രാജൻ, രാധാ രുക്മിണി തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൗരി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് K. സ്വാമിനാഥൻ, സെക്രട്ടറി P. രമേഷ് കുമാർ, C. വിജയൻ എന്നിവർ പങ്കെടുത്തു. 50ഓളം പേർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കല്ലുവഴി മേക്കാംകാവ് അയ്യപ്പക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. വിശേഷാൽ ചടങ്ങുകളോടനുബന്ധിച്ച് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രമായ മംഗലാകുന്ന് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്ര ദേവസ്വത്തിന്റെ കീഴടമായ കല്ലുവഴി മേക്കങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലാണ് 108 നാളികേരം ഉപയോഗിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടം നടത്തിയത്. പരിയാനംപറ്റ ദേവസ്വത്തിലെ ശ്രീ പരമേശ്വരൻ എന്ന കൊമ്പനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചാണ് ഗജപൂജ നടന്നത്. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ആനയൂട്ടിൽ 5 ഗജവീരന്മാർ പങ്കെടുത്തു. തന്ത്രി കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നാടിന്റെ ക്ഷേമൈശ്വര്യത്തിനും വിഘ്ന നിവാരണത്തിനും വേണ്ടിയാണ് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തുന്നത്. പ്രമുഖ ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രമായ നെക്സ്റ്റിന്റെ ഷൊർണൂർ ഷോറൂമിൽ ഒരു നാനോ കാർ സമ്മാനമായി നൽകി. നറുക്കെടുപ്പിലൂടെ കൈലിയാട് സ്വദേശി സരോജിനിക്കാണ് കാർ ലഭിച്ചത്. ദിവസേന നിരവധി സമ്മാനങ്ങളാണ് നെക്സ്റ്റ് ഈ ഓണത്തിനും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് ഷൊർണൂർ നെക്സ്റ്റിൽ നടന്നത്. നഗരസഭാ ചെയർമാൻ MR മുരളി നറുക്കെടുപ്പിലൂടെ വിജയിയെ കണ്ടെത്തി. കൈലിയാട് കണ്ണന്തൊടി തെരുവിൽ സരോജിനിക്കാണ് നറുക്കെടുപ്പിൽ നാനോ കാർ സമ്മാനമായി ലഭിച്ചത്. ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രമായ നെക്സ്റ്റ് ഈ വർഷവും ഓണത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ആഴ്ചയിൽ ഓരോ LCD TV, റൈസ് കുക്കർ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ നൽകുമെന്ന് നെക്സ്റ്റ് റീജിയണൽ മാനേജർ സുനിൽകുമാർ പറഞ്ഞു. 7,900 രൂപ മുതൽ വിലയുള്ള LCD TVകൾ, റെഫ്രിജറേറ്റർ, മിക്സി തുടങ്ങിയവയ്ക്ക് വിവിധ കമ്പനികളും പ്രത്യേക ഓഫറുകൾ നൽകുന്നുണ്ട്. ഇവയ്ക്ക് പുറമെയാണ് നെക്സ്റ്റ് ഷോറൂമിൽ പ്രത്യേക ഓഫറുകൾ നൽകുന്നത്. ഷൊർണൂർ ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ, VP സുരേന്ദ്രൻ, വാസുദേവൻ, നെക്സ്റ്റ് ഷൊർണൂർ മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിൽ. നാടെങ്ങും മാനവികതയുടെ ഐക്യത്തിനായി പ്രാർത്ഥനാ ചടങ്ങുകൾ. പെരിന്തൽമണ്ണയിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി. പ്രസവ ചികിത്സ സൗജന്യമാക്കിയുള്ള ജനനി ശിശു സുരക്ഷാ പദ്ധതിക്ക് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. സംഘടിത വോട്ട് ബാങ്കുള്ള സമുദായങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് താൽപര്യമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. ഏഷ്യാനെറ്റിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ MCOA. ഞായറാഴ്ച മുതൽ ഒരാഴ്ച ഏഷ്യാനെറ്റിലെ പ്രധാന പരിപാടികൾ ബഹിഷ്കരിക്കും. പ്രക്ഷോഭം ഏഷ്യാനെറ്റിന്റെ പേ ചാനൽ വൽക്കരണത്തിനെതിരെ. നന്മ സ്റ്റോറുകളിലേക്ക് ആവശ്യത്തിന് സാധനങ്ങൾ സംഭരിക്കാൻ വല്ലപ്പുഴയിൽ ഗോഡൌൺ ആരംഭിക്കുമെന്ന് CP മുഹമ്മദ് MLA. കുടിശ്ശിക അടച്ചില്ല. ശ്രീകൃഷ്ണപുരം 1 വില്ലേജ് ഓഫീസിലെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. എല്ലാ ഡെൻസിറ്റി പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.